നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബിസ്ക്കറ്റ് തയ്യാറാക്കിയാലോ? നമ്മൾ ബേക്കറികളിലും ചായക്കടകളിലും ഒക്കെ കണ്ടിട്ടുള്ള, നമ്മൾ കഴിച്ചിട്ടുള്ള നെയ്യ് ബിസ്ക്കറ്റ്. ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ഇഡ്ഡലി തട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. സാധാരണ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് പൂർണ്ണമായിട്ട് നെയ്യിൽ തന്നെയാണ്. ഞാനിപ്പോൾ മൊത്തം നെയ്യ് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പാതി നെയ്യും പാതി സൺഫ്ലവർ ഓയിലുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 1/4 കപ്പ് നെയ്യുണ്ട്, അതേ അളവിൽ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഗോതമ്പ് പൊടി എടുക്കുന്നോ അതിൻ്റെ പാതിയായിരിക്കണം എടുക്കുന്ന നെയ്യും. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ സൺഫ്ലവർ ഓയിൽ നെയ്യിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സാധാരണ ഇത് ഉണ്ടാക്കുന്നത് പോലെ നെയ്യ് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാതി എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൺഫ്ലവർ ഒഴിവാക്കിയിട്ട് പകരം 1/2 കപ്പ് നെയ്യ് തന്നെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര അളന്നിട്ട് പൊടിച്ചെടുത്തതാണ്. അതിലേക്കൊരു 4-5 ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അളന്നെടുത്തതിന് ശേഷമാണ് പൊടിക്കേണ്ടത്. എടുക്കുന്ന മാവിൻ്റെ പാതി തന്നെ ഓയിലും പഞ്ചസാരയും എടുക്കണം. ഈ പഞ്ചസാരയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് അടിച്ച് ഒരു ക്രീം പരുവത്തിലാക്കിയെടുക്കണം. ഈ നെയ്യിലേക്ക് പഞ്ചസാര കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ക്രീമായിട്ടുള്ള ഒരു രൂപത്തിൽ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് ഇളക്കണം. ഇതുപോലെ ചെറുതായിട്ട് സ്പൂൺ കൊണ്ടോ മറ്റോ ഒന്ന് ഇളക്കിയതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം. ഇനി നമുക്കിതുപോലെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബോൾ പോലെ ആക്കിയെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ ശക്തിയായിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് തന്നെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു ബോൾ രൂപത്തിലായി കിട്ടും നമുക്ക്. നിങ്ങൾ എടുക്കുന്ന ആ ഓയിൽ കറക്റ്റ് അളവിലല്ല എങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് 1-2 സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ കൂടി ചേർത്താൽ മതി. നമുക്ക് ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ബിസ്ക്കറ്റിനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാലോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. പൂർണ്ണമായിട്ടും ആ നെയ്യും സൺഫ്ലവർ ഓയിലും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിരിക്കുന്നത്. പാലൊന്നും ചേർക്കരുത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതേപോലെയുള്ളൊരു പാത്രം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രമൊക്കെ എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ചൂടാക്കണം. നമ്മളിത് തയ്യാറാക്കുന്ന ഇഡ്ഡലി തട്ടിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു തട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ എണ്ണയൊന്ന് തടവിയെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കയ്യിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ശക്തിയിൽ പ്രസ് ചെയ്യേണ്ട. നമ്മൾ ആ ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടി ആ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കുറച്ച് കനത്തിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കുവാൻ. ഈ ബിസ്ക്കറ്റ് ഇതേപോലെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ചൂടാകാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന ആ ബിസ്ക്കറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇത് ബേക്ക് ആകാൻ എടുക്കുന്ന സമയത്തിലും വ്യത്യാസം വരും. ഇപ്പോൾ ചെറിയ ഉരുളകളാണ് എടുക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ സമയമാകാം. അപ്പോൾ ഇതിൻ്റെ അടിവശം ഒന്ന് ബ്രൗൺ കളർ ആകുന്നതാണ് ഇതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത്. അതുവരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ. നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ താഴ്വശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് സമയം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ എടുക്കരുത്. കാരണം ചൂടോടെ എടുക്കുകയാണെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അപ്പോൾ മാത്രമേ ഇത് നല്ല കട്ടിയായി വരും, നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ.
അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഇപ്പോൾ ഇഡ്ഡലി തട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് നെയ്യ് അല്ലെങ്കിൽ എണ്ണ തടവിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇഡ്ഡലി തട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതേപോലെ ഒരു പ്ലേറ്റിൽ തയ്യാറാക്കി എടുത്താലും മതി. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന നെയ്യ് ബിസ്ക്കറ്റാണ്. ഗോതമ്പ് പൊടി കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിക്കാം. നമ്മൾ തയ്യാറാക്കിയ നെയ്യ് ബിസ്ക്കറ്റ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്ര ടേസ്റ്റാണ്. എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.